ഓക്കെ, ഇപ്പോൾ ഈ ഒരു അർബനൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ടായാലും നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായാലും നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഒരുപാട് കൂടി വരുന്നുണ്ട്. ഈ ഒരു ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ IVF ഒക്കെ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു ബിസിനസ് മാത്രമുള്ള ഒരു പ്യുവർ പ്ലേ IVF അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗൗഡിയം IVFൻ്റെ കമ്പനി മാർക്കറ്റിൽ ഓപ്പൺ ആവുന്നത് 20 ഫെബ്രുവരി. 24 ഫെബ്രുവരിക്കാണ് ഈ ഒരു IPO ക്ലോസ് ആവുന്നത്. അതുപോലെ ഈ ഒരു IPOയുടെ അലോട്ട്മെൻറ്റ് 25-ാം തീയതി ഫൈനലൈസ് ചെയ്യും. അതുപോലെ 27-ാം തീയതിയാണ് ഈ ഒരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നത്. ഈ ഒരു IPOയുടെ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ 165 കോടിയാണ്. അതിൽ 90 കോടിയുടെ ഫ്രഷ് ഇഷ്യൂവും 75 കോടിയുടെ ഓഫ് സെയിലുമാണ്. ഈ ഒരു IPOയുടെ ഒരു ലോട്ട് 189 ഷെയർസാണ്. 75 തൊട്ട് 79 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 535 കോടിയോളം രൂപയാണ്. റീറ്റെയിൽ കാറ്റഗറിയിൽ 15,000 രൂപയും അതുപോലെ HNI കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് 2,10,000 രൂപയ്ക്ക് അടുപ്പിച്ചും ആവുന്നതാണ്. ഇത് വെറും 165 കോടി രൂപയുടെ ചെറിയ IPO ആയതുകൊണ്ട് തന്നെ റീറ്റെയിൽ പോർഷനിൽ ഓൾമോസ്റ്റ് 10% മാത്രമേ ഉള്ളൂ റിസർവേഷൻ. അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് മതി ഈ ഒരു IPO സബ്സ്ക്രൈബ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ IPOയിൽ അലോട്ട്മെൻറ്റിനുള്ള ചാൻസ് കുറയുന്നതാണ് ഈ ഒരു കമ്പനി ചെറിയതായതുകൊണ്ട്. ഈ ഒരു 165 കോടിയുടെ IPOയിൽ 90 കോടിയോളം രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. അതിൽ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതാണ് മാർക്കറ്റിൽ പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്. അതിൽ 50 കോടിയോളം രൂപ യൂസ് ചെയ്യുന്നത് അവരുടെ 19ഓളം പുതിയ IVF സെൻറ്ററുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ക്യാപെക്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ബാക്കി ഒരു 20 കോടി രൂപ അവരുടെ ഒരു കടം അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ഡെറ്റ് റീപേയ്മെൻറ്റിന്. ബാക്കിയുള്ളത് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ബാക്കി പൈസ. അതുപോലെ ഓഫ് സെയിലിൽ 75 കോടിയോളം രൂപയുടെ ഷെയർസ് വിൽക്കുന്നത് ഇതിൻ്റെ ഒരൊറ്റ പ്രൊമോട്ടറാണ്, മനിക ഖന്ന എന്നുള്ള. അവർക്ക് 99.930% ഷെയർസിൽ നിന്ന് അവർക്ക് 71.3% അവരുടെ ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിങ് താഴോട്ട് വരുന്നതാണ് ഈ ഒരു കമ്പനി. ആക്ച്വലി ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2009-ലാണ്. ഈ ഒരു മനിക ഖന്ന എന്ന് പറഞ്ഞ ആൾ ഈ ഒരു ബറോഡ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS MD എടുത്തതിന് ശേഷം മെൽബോൺ ഓസ്ട്രേലിയയിലും അതുപോലെ ജർമ്മനിയിലുമൊക്കെ പോയി IVFൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ കഴിഞ്ഞിട്ട് അവർ വന്ന് 2009-ലാണ് അവരൊരു ചെറിയൊരു സെൻറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കമ്പനിയായിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-ലാണ്. അവർ ഈ ഒരു 2009 മുതൽ 15 വരെ ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ടൈപ്പ് ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ രീതിയിലുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായിട്ട് അവർ മനസ്സിലാക്കിയതിന് ശേഷം 2015-ലാണ് അവർ വെസ്റ്റ് ഡൽഹിയിൽ അവരുടെ ആ ഒരു ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹബ്ബിൻ്റെ കാര്യം പറഞ്ഞാൽ വേണം, അവർ ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് 7ഓളം ഹബ്ബുകളും 29ഓളം സ്പോക്കുകളുണ്ട്. ഈ ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹബ്ബിലാണ് ഇവരുടെ മെയിനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് ഇവരുടെ ഹബ്ബിലാണ്. ആ ഒരു ഹബ്ബിനടുത്തായിട്ട് തന്നെ അവർക്ക് ഒത്തിരി സ്പോക്സ് കാണും. സ്പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ക്ലിനിക്കുകൾ അല്ലെങ്കിൽ സെൻറ്റേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളിലുള്ള ട്രീറ്റ്മെൻറ്റ്, ആദ്യത്തെ 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണും. അപ്പോൾ ആദ്യമായിട്ടൊരു പേഷ്യൻറ്റിനെ അക്വയർ ചെയ്ത് കുറച്ച് നാൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹോർമോണൽ തെറാപ്പിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിനൊക്കെ ഓൾറെഡി കേപ്പബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റേഴ്സുകളാണ് ഈ ഒരു സ്പോക്സ്. ഈ ഒരു സ്പോക്സ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് അവിടുന്ന് പേഷ്യൻസിനെ അക്വയർ ചെയ്യാനും അപ്പോൾ അവിടുന്ന് ഈ പേഷ്യൻസിനെ ഹബ്ബിലോട്ട് റെഫർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർക്ക് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഹബ്ബുകളിൽ മാത്രം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 7ഓളം ഹബ്ബുകളേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് വലിയ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അങ്ങനെ ഈ ഒരു സ്പോക്കുകൾ വഴി നമുക്ക് പേഷ്യൻസിനെയും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഹബ്ബുകൾ കൊണ്ട് എല്ലാ ഏരിയസിലും റീച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഈ ഒരു സ്പോക്സ് വെച്ചിട്ട് ആൾക്കാരിലോട്ട് എത്താനും പറ്റുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു ഹബ്ബ് വെച്ചിട്ട് അവരുടെ ആ ഒരു രീതിയിലുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിക്ക് 22 കോടിയോളം ബോറോയിങ്സ് ഉണ്ട്, ലോൺസ് ഉണ്ട്. ഇവരുടെ ഒരു ഗ്രോത്ത് അവർ 2023-24 കാലഘട്ടങ്ങളിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെങ്കിലും പിന്നെ അവർ ആ ഒരു ഗ്രോത്ത് പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ഒരു കമ്പനിയുടെ മാർജിൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസും വളരെ കൂടുതലാണ്. നമ്മൾ ഫൈനാൻഷ്യലി നോക്കുന്ന നമ്പേഴ്സ് എല്ലാം
ഈ ഒരു കമ്പനിയുടെ നല്ലത് തന്നെയാണ്. പിന്നെ കമ്പനിയോട്ട് വരുന്ന ആ ഒരു ക്യാഷിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ റിസീവബിൾസും ഈ ഒരു കമ്പനിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് കമ്പനിയുടെ അക്കൗണ്ടിങ് നമ്പേഴ്സിലുണ്ടെങ്കിലും ആ രീതിയിലുള്ള ഒരു ക്യാഷ് കമ്പനിയിലോട്ട് വരുന്നില്ല, വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വാല്യൂഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം ഈ ഒരു കമ്പനി 25 കോടിയോളം രൂപ ഉണ്ടാക്കുമെങ്കിൽ നെറ്റ് പ്രോഫിറ്റായിട്ട് ഉണ്ടാക്കുമെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ലിസ്റ്റിംഗ് കഴിഞ്ഞുള്ള വാല്യൂഷൻ ആയിട്ടുള്ള 575 കോടി രൂപ, അതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 23 PE ഒക്കെ അടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ PE നല്ലൊരു മെട്രിക് അല്ല ഈ ഒരു കാര്യത്തിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു പ്രൈസ് ടു ഏർണിങ്സിൽ വരുന്ന ആ ഒരു ഏർണിങ്സിനനുസരിച്ചുള്ള ക്യാഷ് ഫ്ലോസ് ഈ ഒരു കമ്പനിയോട്ട് വരുന്നില്ല. ഒരുപാട് പൈസ റിസീവബിളായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പല റവന്യൂസും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഒരു പൈസ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് നമുക്ക് പിയർ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് IVF ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിലില്ല. ആ പ്യുവർ IVF പ്ലേകളില്ല. നമുക്കറിയാം അപ്പോളോ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള കമ്പനികളിലുണ്ട് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ. പക്ഷേ നമുക്കറിയാം പ്യുവർ പ്ലേ ആയിട്ടുള്ള IVF കമ്പനികളില്ല. അപ്പോൾ ഗ്ലോബൽ പിയേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രോജിനി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ US ബേസ്ഡ് നാസ്ഡാക്ക് ലിസ്റ്റഡ് കമ്പനിയാണ്. ഓൾമോസ്റ്റ് $2 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്ന കമ്പനിയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനി ചീപ്പാണ്. ആ കമ്പനിക്കുള്ള 45 PE അടുപ്പിച്ച് വരുന്നുണ്ട് ഈ വർഷത്തെ. അതുപോലെ തായ്ലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്പയർ IVF എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് കൂടുതലുമാണ്. തായ്ലൻഡ് മാർക്കറ്റിൽ അത്ര ഒരു ഡിമാൻഡ് ഈ ഒരു ബിസിനസ്സിന് ഇല്ല. അതുകൊണ്ടായിരിക്കും അത്യാവശ്യം കമ്പയറബിൾ ആണ് അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് ചീപ്പാണെന്ന് പറഞ്ഞാലും ഈ ഒരു കമ്പനി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അത്ര നല്ലൊരു കൺസിഡറേഷൻ ആവാത്തത് ഈ ഒരു വാല്യുവേഷൻസിൻ്റെ പുറകിലുള്ള കുറച്ച് റിസ്ക്കുകളാണ്. അപ്പോൾ ആ റിസ്ക്കുകൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഈ ഒരു കമ്പനിയിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഒന്നാമത്തെ റിസ്ക് ആയിട്ട് പറയാനുള്ളത് ആ ഒരു കമ്പനിയുടെ ആ ഒരു റിസീവബിൾസ് തന്നെയാണ്. 60 കോടിയോളം രൂപ റിസീവബിൾസ് ആണ്. ഈ ഒരു കമ്പനിയുടെ ഏർണിങ്സ് തന്നെ 24 കോടിയൊക്കെയാണ്. അപ്പോൾ അത്രയും മാത്രം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും പൈസ കയ്യിലോട്ട് വരുന്നില്ല. ഈ ഒരു 60 കോടിയോളം റിസീവബിൾസ് ഇപ്പോഴും തന്നെ പെൻഡിങ് ആണ്. അപ്പോൾ അതിലെ ടേംസ് ഓഫ് ട്രേഡ് അത്ര നല്ലതല്ലെന്നുള്ളതാണ്. നല്ല ടേംസ് ഓഫ് ട്രേഡ് ഒരു നല്ല ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എത്ര നാളുകൊണ്ട് ഈ ഒരു പൈസ കയ്യിലോട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ്സ് നോട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമ്പനി ഒരിക്കലും ലാഭത്തിലാവത്തില്ല. എന്നാൽ അക്കൗണ്ടിങ്ങിൽ ലോസിലാണെങ്കിൽ പോലും ക്യാഷ് ഫ്ലോസ് വരുന്ന ഒരുപാട് കമ്പനികളുണ്ട്. നമുക്കറിയാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബർഗർ കിങ് അക്കൗണ്ടിങ് ലോസിലാണ്, പക്ഷേ അവരുടെ കയ്യിലോട്ട് പൈസ വരുവാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു ടേംസ് ഓഫ് ട്രേഡ് കൂടെ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ്. അതിൻ്റെ കാരണമായിട്ട് മാനേജ്മെൻറ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പല ക്ലയൻസിൽ നിന്നും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നുള്ള പ്രൊസീജിയറുകൾക്ക് പൈസ വാങ്ങാതിരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടാമത്തെ നെഗറ്റീവിലോട്ട് വരാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ്, നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു ആവറേജ് ഹൗസ് ഹോൾഡ് ഇൻകവും അതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. വലിയ രീതിയിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കൂടിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു ബേസിക് ഫസ്റ്റ് IVF സൈക്കിൾ തന്നെ ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഇവരുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊസീജിയേഴ്സും എല്ലാം വളരെയധികം കോസ്റ്റ്ലിയാണ്. ഇതവരുടെ ആ ഒരു മാർക്കറ്റ് അനാലിസിസിലും പറയുന്നുണ്ട്. വളരെ ചെറിയൊരു ശതമാനം ഇതുപോലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇതുപോലുള്ള ഓർഗനൈസ്ഡ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 2% നിന്ന് നല്ലൊരു രീതിയിലുള്ള വളർച്ച ഭാവിയിൽ ഉണ്ടാവുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ അതിനുള്ള കാരണം ഇത് തന്നെയാണ്. പിന്നെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി അട്രിഷൻ റേറ്റ് ആണ്. അത് 30% മുകളിലാണ്. അപ്പോൾ നല്ലൊരു എംപ്ലോയി ബേസ് ഒരു കമ്പനിക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ഈ ഒരു കമ്പനിയിൽ മെയിനായിട്ട് ഈ ഒരു ബിസിനസ് ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ചെയിൻ പോലെ തന്നെ ഗൈനക്കോളജിസ്റ്റ്, എംബ്രയോളജിസ്റ്റ്, അപ്പോൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലുള്ള എംപ്ലോയീസ് ആവശ്യമുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം എംപ്ലോയീസ് പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് മാറിപ്പോകാന്ന് പറഞ്ഞാൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവർക്കൊരു ടാക്സ് ലിറ്റിഗേഷൻ കേസുണ്ട്. ഇവരുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ അക്കൗണ്ട്സിൽ ഇല്ലാതെ തന്നെയുള്ള ട്രാൻസാക്ഷൻസ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് ഈ ഒരു കമ്പനിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു പ്രൊമോട്ടേഴ്സിൻ്റെ മുകളിൽ തന്നെ ഉള്ള ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. പിന്നെ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി നോക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിക്ക് ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ അത്യാവശ്യം പ്രീമിയം ഉണ്ട്. 12 മുതൽ 15% പ്രീമിയത്തിലാണ് ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ ഈ ഒരു കമ്പനി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻസിനുള്ള സാധ്യതയുണ്ട്.
ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻസ് കിട്ടും. പക്ഷേ ഈ ഒരു IPOയുടെ സൈസ് വളരെ ചെറുതായതുകൊണ്ടും റീറ്റെയിൽ പോർഷൻ വളരെ ചെറുതായതുകൊണ്ടും ഒക്കെ നമുക്ക് അലോട്ട്മെൻറ്റിനുള്ള ചാൻസ് കുറവായിരിക്കും. എന്നാലും ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി ഒരു IPO കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബ്ലാക്ക് മാർക്കുകളും റിസ്ക്കുകളും ഈ ഒരു കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക.